Hi all, welcome to Trick Turn. Trick Turnന്റെ ഇന്നത്തെ യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു ടോപ്പിക് പഠിക്കാനല്ല പോകുന്നത്. ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു ഡീകോഡിംഗ് സെഷനാണ്. ഇന്ന് കുറച്ച് വ്യാഖ്യാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഏത് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഡിഗ്രി പ്രിലിംസ് ആണല്ലോ ബാച്ച്, സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്ട് ഡീകോഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാ കേട്ടോളൂ. എടാ, നമ്മുടെ LGS എക്സാം ആയിക്കോട്ടെ, ഞാനിവിടെ എഴുതുവാണ് കേട്ടോ. ഞാൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. LGS ലെവൽ എക്സാം ആയിക്കോട്ടെ, LDC എക്സാം ആയിക്കോട്ടെ, 12th ലെവൽ യൂണിഫോം പോസ്റ്റുകൾ ഏതും ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ LP UP അല്ലെങ്കിൽ HSA അങ്ങനെയുള്ള ടീച്ചേഴ്സ് എക്സാം ആയിക്കോട്ടെ, ഇതിലൊക്കെ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഫിസിക്സ്, രണ്ടാമത്തേത് കെമിസ്ട്രി. ഈ ഫിസിക്സും കെമിസ്ട്രിയും കൂടി ചേരുമ്പോഴാണല്ലോ ഫിസിക്കൽ സയൻസ് ആവുക. പിന്നെ ബോട്ടണിയും സുവോളജിയും മറ്റെല്ലാ വസ്തുതകളും കൂടെ ചേരുന്ന നമ്മുടെ ജീവശാസ്ത്രം, ബയോളജി നമ്മൾ പറയും, നമ്മുടെ ലൈഫ് സയൻസ്. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സയൻസിന്റെ മാർക്ക് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമുകൾ ഏതൊക്കെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എവിടേക്ക് വരുവാണ്, ഡിഗ്രി ലെവലിലേക്ക് വരുവാണ്. ഡിഗ്രി ലെവൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ട്, ഡിഗ്രി ലെവല് 2 ടയറായിട്ടാണ് നടക്കുക അല്ലേ. പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമുക്ക് പ്രിലിംസിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന നിലയ്ക്കല്ല സയൻസ് പഠിക്കാനുള്ളത്. അവിടെ സിലബസിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റമുണ്ട്. ഒരു UPSCയെ അല്ലെങ്കിൽ ഒരു നമ്മുടെ KA സിലബസിനെയൊക്കെ അതിലെ സയൻസ് ആൻഡ് ടെക്നോളജി പോർഷൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് ലഘൂകരിച്ചിട്ട് നമ്മുടെ ഒരു ഡിഗ്രി ലെവലിൽ കൊടുക്കാൻ പാകത്തിനുള്ള സിലബസ് ആണ് തന്നേക്കുന്നത്. അതായത് നമ്മൾ കുത്തിയിരുന്ന ആറ്റവും പീരിയോഡിക് ടേബിളും അതുപോലെ ബലവും ചലനവും ഒക്കെ പഠിക്കുന്നതിന് പകരം ഇവിടെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, സയൻസിനെ കാണാനുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഡിഗ്രിയുടെ കേസ് വരുമ്പോൾ ഡിഗ്രിക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസോ വേണ്ട എന്നല്ല, വേണം. പക്ഷേ ഡിഗ്രി പ്രിലിംസിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന നിലയ്ക്ക് പഠിക്കരുത്. അവിടെ പൂർണ്ണമായിട്ടും നമ്മുടെ സിലബസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് പഠിക്കാനുള്ളത്. ഇനി ഡിഗ്രി മെയിൻസിലേക്ക് വരുമ്പോഴോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ പക്ക എന്താ പഠിക്കാനുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ബയോളജി അതല്ലെങ്കിൽ ലൈഫ് സയൻസ്. ചുരുക്കി പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉണ്ട്. പക്ഷെ എന്താ, പ്രിലിംസിന് അങ്ങനെ അല്ല. സയൻസ് ആൻഡ് ടെക് മനസ്സിലാക്കിയിട്ട് നമുക്ക് മെയിൻസിലേക്ക് വരുമ്പോഴാണ് ആറ്റവും പീരിയോഡിക് ടേബിളും ബലവും ചലനവും അതുപോലെ തന്മാത്രയും ലോഹങ്ങളും അലോഹങ്ങളും ഇങ്ങനെ കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും. ഇത് ഓൾറെഡി അറിയുന്നവരുണ്ട്, നമുക്ക് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ കേട്ടോ, അറിയാത്തവരുണ്ടാവുമല്ലോ. ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇതിലെന്തായിരിക്കാം കവർ ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷൻ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യമേ ഞാൻ പറയും, സയൻസ് ആൻഡ് ടെക്നോളജി മറ്റെല്ലാ എക്സാമുകൾക്കും കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ പഠിക്കാൻ പോകുന്ന സയൻസ് ആൻഡ് ടെക്നോളജി ഡിഗ്രി പ്രിലിംസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിലബസ് അല്ലെങ്കിൽ സിലബസ് പാറ്റേൺ സ്ട്രക്ചറാണ്. ആ സിലബസ്, അതായത് സയൻസ് ആൻഡ് ടെക് പ്രിലിംസിന് വേണ്ടിയുള്ളതാണേ. ഡിഗ്രി പ്രിലിംസിന്റെ സയൻസ് ആൻഡ് ടെക്കിന്റെ സിലബസ് ഞാൻ നിങ്ങൾക്കിതാ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ കാണിച്ചു തരട്ടെ, ഇതാ നോക്കിക്കൊള്ളൂ, ഇതാണ് ആ സിലബസ്. കണ്ടോ? അപ്പൊ ഈ സിലബസ് കണ്ടിട്ട് ആരും ഞെട്ടണ്ട, ആരും പേടിക്കണ്ട. പെട്ടെന്ന് ഇത് കാണുമ്പോൾ ആദ്യമേ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എൻ്റെ ഇതുവരെ കഴിഞ്ഞ അനുഭവങ്ങളിലൂടെ ഞാൻ പറയാണ്, മിസ്സേ ഇത് പഠിക്കണോ, ഇത് ഒഴിവാക്കിയാൽ പോരെ? അല്ല, നമ്മൾ വിചാരിച്ചാൽ ഏറ്റവും എളുപ്പത്തിന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. എന്നാൽ പഠിച്ചില്ലെങ്കിൽ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുമാണ്. കാണുമ്പോൾ ഭയങ്കരമായ എന്തൊക്കെയോ സംഭവങ്ങൾ ഉള്ളതുപോലെ തോന്നും, എന്നാൽ ഒന്നുമില്ല.
ഈ തന്നിരിക്കുന്നതിനെ നമുക്ക് ടോട്ടൽ 4 മൊഡ്യൂളുകളാക്കി തിരിക്കാം. ഓക്കെ, അപ്പൊ ഈ സിലബസിനെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട. ആ 4 മൊഡ്യൂളുകൾ ഞാൻ ഇതാ ഇവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇതാ കാണുന്നുണ്ടോ? ആദ്യത്തേതിനെ ഞാൻ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത് മാർക്ക് ചെയ്തിരിക്കുന്ന ആ സെറ്റ് ഓഫ് കാര്യങ്ങൾ അതൊന്നും ഇപ്പൊ പറയുന്നില്ല, പറഞ്ഞു തരാം കേട്ടോ. അത് ഞാൻ സെക്കൻഡ് മൊഡ്യൂൾ എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ എനർജി എന്ന് പറഞ്ഞു തുടങ്ങുന്നത് കണ്ടോ? അതിന് നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് മൊഡ്യൂൾ എന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ബയോഡൈവേഴ്സിറ്റിയും എൻവയോൺമെന്റൽ സയൻസും ആ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി ഇതെല്ലാം കൂടി നമുക്കൊരു കാറ്റഗറി ആക്കാം. അതിനെ ഫോർത്ത് മൊഡ്യൂൾ ആക്കാം. ഞാൻ സിലബസിനെ 4 ആക്കിയതാണ്, 4 സ്പ്ലിറ്റ് ചെയ്തതാണ് കേട്ടോ, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിത് ഇത് കാണുന്നുണ്ടോ? ടോട്ടൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഡിഗ്രി പ്രിലിംസിന്റെ സിലബസിനെ 4 മൊഡ്യൂളുകളാക്കി. ഇനി ഇതിനെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് അടുത്തൊരു സ്ലൈഡ് ഞാൻ ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അതായത് മൊഡ്യൂൾ 1 എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയും അതുമായി ബന്ധപ്പെട്ട വലിയ വലിയ വസ്തുതകളും പഠിക്കുന്നതിന് മുമ്പ് എന്താണ് സയൻസ്, എന്താണ് ടെക്നോളജി, അതിന്റെ അടിസ്ഥാന വസ്തുതകൾ മനസ്സിലാക്കണ്ടേ? സോ ബേസിക്സ് ഓഫ് സയൻസ് ആൻഡ് ടെക്. അതിൻ്റെ ഒപ്പം തന്നെ ലൈഫ് സയൻസ്. ആ ലൈഫ് സയൻസിൽ എന്തൊക്കെ വസ്തുതകൾ പഠിക്കാനുണ്ട് എന്നുള്ളത് പോകെ പോകെ സ്ലൈഡുകളിൽ ഞാൻ പറഞ്ഞു തരാം. ടോട്ടൽ 5 മാർക്കിനാണ് സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ 1 മാർക്കിന് ഈ മൊഡ്യൂളിൽ നിന്നും ചോദ്യം വരും. ഞാൻ ഇതുവരെയുള്ള ട്രെൻഡ് വെച്ചിട്ടാണ് പറയുന്നത്, ഭാവിയിൽ മാറാം. ഓക്കെ, 1 മാർക്കിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ നിന്നും ചോദ്യം എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒബ്വിയസ്ലി ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി ആയിരിക്കുമല്ലോ, അതിന് ഇന്ത്യൻ എന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് പഠിക്കണം. അപ്പോൾ മൊഡ്യൂൾ 2 വരുമ്പോൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഇന്ത്യൻ സ്പേസ് സയൻസ്, ബഹിരാകാശ ശാസ്ത്രമില്ലേ, ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രം, അതുപോലെ ഇന്ത്യൻ മിസൈൽ സയൻസ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് ഈ ISROയും റിലേറ്റഡ് വസ്തുതകൾ. അപ്പോൾ അത് ഇന്ത്യൻ സ്പേസ് സയൻസിൽ കവർ ചെയ്യുന്നതാണ്. അതുപോലെ പ്രധാനപ്പെട്ട മിസൈൽ ടെക്നോളജികളും അതിൻ്റെ ലോഞ്ച് ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ അത് DRDO ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മിസൈൽ സയൻസും സ്പേസ് സയൻസിനും ഇന്ത്യനാണേ പ്രാധാന്യം കൊടുക്കണം. ചിലപ്പോൾ 1 മാർക്ക് അല്ലെങ്കിൽ ആ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരാതെ 2 മാർക്കും ഇവിടെ നിന്ന് തന്നെ ചോദിക്കാം. ഈ മാർക്ക് ടോട്ടൽ 5 എന്ന് പറയുമ്പോഴും അതിനെ ഇത്തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. 5 മാർക്കിന് ഉണ്ടാവും കേട്ടോ. കണ്ടോ? അപ്പോൾ 1 മുതൽ 2 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ആ ഇന്ത്യൻ സ്പേസ് സയൻസിനെ ഞാൻ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്? ഇത് കഴിയുമ്പോൾ പറയാം കേട്ടോ. ഇനി മൊഡ്യൂൾ 3 കണ്ടോ? മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് മൊഡ്യൂൾ 3യുടെ ആവശ്യം എന്ത്? എനർജി റിക്വയർമെന്റ്, എഫിഷ്യൻസി, അതിന്റെ സ്കേഴ്സിറ്റി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഊർജം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ദ എബിലിറ്റി ടു ഡു ദ വർക്ക്, ദ കപ്പാസിറ്റി ടു ഡു ദ വർക്ക്, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്, അത് സ്ഥിതികോർജം, ഗതികോർജം, ആണവോർജം, അങ്ങനെ രാസോർജം, ശബ്ദോർജം, പ്രകാശോർജം, താപോർജം, കുറേ ഊർജ്ജ രൂപങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ. അങ്ങനെയല്ല ഇവിടെ നോക്കാനുള്ളത്. അത് അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇന്ത്യ നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധി, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, എനർജി റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള പോളിസികൾ, പദ്ധതികൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിനൊപ്പം തന്നെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, ഇന്ദിരാഗാന്ധി അറ്റോമിക് റിസർച്ച് സെന്റർ, വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി അല്ലെങ്കിൽ ആണവ വകുപ്പിന്റെ കീഴിൽ ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസ്, ഇന്ത്യൻ ആണവ ശാസ്ത്രം, അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 കവർ ചെയ്യുന്നുണ്ടല്ലേ. ഇന്ത്യൻ സ്പേസ് സയൻസ്, അതുപോലെ ഇന്ത്യൻ മിസൈൽ സയൻസ്, അതുപോലെ തന്നെ ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസ്. ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് സ്ഥിരം ക്വസ്റ്റ്യൻസും വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എനർജി സോഴ്സസ്, അതിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ? നമുക്ക് നോക്കാം. ഇനി
ദേ ബാക്കി വരുന്ന എൻവയോൺമെന്റൽ സയൻസും ബയോഡൈവേഴ്സിറ്റിയും അതുപോലെ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ മൊഡ്യൂൾ 4 ആക്കി വെച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂൾ 4ന്റെ പ്രത്യേകത ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. സയൻസ് അപ്ലൈ ചെയ്ത് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു. ആ ടെക്നോളജി മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ കോയിൻ ഹാസ് 2 sides എന്ന് പറയുന്ന പോലെ അല്ലേ, അത് ചിലപ്പോ പ്രകൃതിക്ക് എന്താകാം, അത് പ്രശ്നക്കാരനായിട്ട് മാറാം. കുറേയധികം പൊല്യൂട്ടന്റുകളെ ഉണ്ടാക്കാം. അത് പ്രകൃതിക്ക് മാത്രമല്ല, ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കാം. ഈ ഭൂമിയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടതും അത്യാവശ്യമാണ്. നമ്മുടെ എൻവയോൺമെന്റിന്റെ പ്രാധാന്യം ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ എൻവയോൺമെന്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സയൻസും റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുതകളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നോളജിയും അതിന്റെ പഠനവുമാണ് മൊഡ്യൂൾ 4ൽ. ഇനി നിങ്ങൾക്ക് എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി, ബയോടെക്നോളജി അത്രയും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് ഈ ഇന്ത്യൻ സ്പേസ് ന്യൂക്ലിയർ മിസൈൽ സയൻസ് പോലെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ബട്ട് സ്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, അതുകൊണ്ട് അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള വസ്തുതകളും നമ്മൾ എന്ത് ചെയ്യണം, മൊഡ്യൂൾ 4 എൻവയോൺമെന്റൽ സയൻസ് പഠിക്കുന്ന കൂട്ടത്തിൽ അറിഞ്ഞു വെക്കണം. അവിടെയും 1 തൊട്ട് 2 മാർക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. പ്ലസ് കറണ്ട് അഫയേഴ്സ്, അതിപ്പോൾ ഏത് മേഖലയാണെങ്കിലും അതാത് മേഖലകളിൽ ഉണ്ടായ ഏറ്റവും ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞു വെക്കണം. അതിപ്പോൾ ഈ സബ്ജക്റ്റ് എന്നല്ല, എല്ലാ സബ്ജക്റ്റിനും എല്ലാ ലെവൽ എക്സാംസിനും എന്തുണ്ട്, ബാധകമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനിവിടെ ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് വേറൊന്നുമല്ല, ഇത്രയും നമ്മുടെ മൊഡ്യൂളുകളാക്കി തരംതിരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ഭാഗങ്ങൾ ഏരിയയാണ് ഞാൻ ആ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ സ്ഥിരം ISRO ചോദ്യമാണ്. അതുപോലെ റീയൂസബിൾ, കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും കഴിയാത്തതും, റിന്യൂവബിളും നോൺ റിന്യൂവബിളും, അതിൽ നിന്ന് സ്ഥിരം ഒരു ചോദ്യം വരാനുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. അതുപോലെ എൻവയോൺമെന്റൽ സയൻസ്, ഗ്ലോബൽ വാർമിംഗ് ഇൻഡെക്സ്, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനും കാര്യങ്ങളും, അത് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്നതാണ്. അപ്പൊ എങ്ങനെ പോയാലും 5ൽ 3 മാർക്ക് ഈ മേഖലയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാം. ഓക്കെ, പിന്നെ പലർക്കും ഇത് ഒരു പുതുമയായിരിക്കും. കാരണം എന്നും ആറ്റവും പീരിയോഡിക് ടേബിളും അതുപോലെ തന്നെ ദ്രവ്യവും ബലവും ചലനവും ഒക്കെ ശീലിച്ച് പ്രവൃത്തി, ശക്തി, ഊർജ്ജവും ഒക്കെ കേട്ട് പെട്ടെന്ന് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കാൻ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ഒരു 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 അമ്പരപ്പൊക്കെ ഉണ്ടാകാം. ബട്ട് ഒന്നുമില്ല, ഇവിടെ നമുക്ക് ഒരുപാട് തത്വങ്ങൾ പഠിക്കാനില്ല, നമുക്ക് നിയമങ്ങൾ പഠിക്കാനില്ല, പ്രോബ്ലംസ് ചെയ്യാനില്ല, ഡെറിവേഷൻ ഇല്ല, പ്രൂഫ് ഇല്ല, സിദ്ധാന്തങ്ങളില്ല. അതുകൊണ്ട് GK പഠിക്കുന്ന ലാഘവത്തിൽ എന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരു തവണ വായിച്ച് മനസ്സിൽ ഉറപ്പിക്കാം, വായിച്ച് മനസ്സിലാക്കാം. സയൻസ് പഠിക്കുന്ന അത്രയും ഡെപ്തിലേക്ക് ഈ വക വസ്തുതകളെ നമുക്ക് എന്ത് ചെയ്യണ്ട, മനസ്സിലാക്കണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജനറൽ നോളജ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 4 മൊഡ്യൂള്. അതിനകത്ത് നമ്മൾ നമുക്ക് കവർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിൽ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 3ഉം ഇത് രണ്ടും ഞാൻ കൈകാര്യം ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി മൊഡ്യൂൾ 2 ISRO DRDO നമ്മുടെ ശ്രീരാജ് സാറ് കൈകാര്യം ചെയ്യും. 1ഉം 3ഉം ഞാനായിരിക്കും കേട്ടോ. എൻ്റെ പേര് ദീപിക എന്നാണേ. ശരി, ഇനി മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ദിലീപ് സാർ ആയിരിക്കും. അപ്പോൾ 3 എഡ്യൂക്കേറ്റേഴ്സ് ചേർന്നിട്ടായിരിക്കും സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി തരാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസിന്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതെല്ലാം സെറ്റായി 5 മാർക്കും കിട്ടുമ്പോൾ യെസ് എനിക്ക് കിട്ടി അങ്ങനെ ഭയങ്കരമായ സന്തോഷത്തിലേക്ക് പോകണ്ട. കാരണം ഇത് കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് വേണം, മെയിൻസിലേക്ക് പോകണം. അവിടെ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നതും നമ്മൾ സയൻസുകാരെ തന്നെയാണ്. കാരണം മറ്റ് സബ്ജക്റ്റുകൾ നിങ്ങൾ പ്രിലിംസിൽ നിന്ന് മെയിൻസിലേക്ക് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ആ പ്രിലിംസിൽ എന്താണോ പഠിച്ചത് അത് പ്ലസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. എന്നാൽ ഇവിടെ കാര്യം വേറെയാണ്. കാരണം പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു സിലബസ് തന്നിട്ട് ഈ വക സിലബസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുതകൾ പഠിക്കുന്നു. എന്നാൽ ഇത് പാസ്സായി നമ്മൾ മെയിൻസിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ടും ഇത് മാറ്റിക്കൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മുടെ പഴയ സിലബസിലേക്ക് പോവുകയാണ്. അപ്പോൾ അതും നമുക്ക് ഒന്നേന്ന് പഠിക്കണം. അപ്പോൾ ഇത് ഡിഗ്രി പ്രിലിംസിന് മാത്രം ഫോക്കസ് ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാ മിസ്സേ അത് പറഞ്ഞത്? കാരണം ഇത് നമുക്ക് പിന്നെ മെയിൻസിലേക്ക് വേണ്ട, എന്നാൽ പ്രിലിംസ് ക്രാക്ക് ആകണമെങ്കിൽ ഈ സാധനം കൂടി വേണ്ടേ?
അതാ പറഞ്ഞത്, സ്മാർട്ടായിട്ട് ടൈം മാനേജ് ചെയ്ത് വെയിറ്റേജ് നോക്കി ഈ സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും സ്മാർട്ടായിട്ട് പഠിക്കണം. ദാറ്റ് ഡസൻറ്റ് മീൻ പഠിക്കണ്ട എന്നല്ല, ബട്ട് ഏറ്റവും സമയബന്ധിതമായിട്ട് വേണ്ട കാര്യങ്ങൾ, ഒരുപാട് ഡെപ്തിലേക്കൊന്നും വേണ്ട, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് ടൈം വെച്ചിട്ട് എന്ത് ചെയ്യുക, സയൻസ് ആൻഡ് ടെക് പഠിക്കുക. നമുക്ക് ഡിഗ്രി പ്രിലിംസ് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യാനുള്ള ഒരു സിലബസ് മാത്രമാണ്. ഇതിനെ നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല, മെയിൻസിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമുക്കേ ഈ മൊഡ്യൂളുകളെ ഒന്നൊന്നായിട്ടൊന്ന് കീറി മുറിച്ച് നോക്കിയാലോ? ഒരുപാടൊന്നും ഇല്ലാന്നേ, ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് സമാധാനമാവും. ഇതാ നോക്കിക്കോണേ, മൊഡ്യൂൾ 1. എടാ, മൊഡ്യൂൾ 1 ഇത്രയും വസ്തുതകളാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത്. ഇത് കൈകാര്യം ചെയ്യുന്നത് ഞാനാണേ. ഇതിൽ വേറെ ഒന്നുമില്ല. ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്താണ്, അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അതിന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടൊരു പാറ്റേണിലൂടെ കാണിച്ചു തരാം. കണ്ടോ? എടാ, സയൻസ് എന്താണ്, ടെക്നോളജി എന്താണ്, നമ്മൾ പഠിക്കുന്ന ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ്, നമുക്ക് കിട്ടിയ അറിവ് ഒരു പരീക്ഷണം നടത്തി അതിനെ നിരീക്ഷിച്ചു, അതിൽ നിന്ന് കിട്ടിയ നിഗമനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നു. ആ കോൺസെപ്റ്റിനെ മനുഷ്യന് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് പ്രാക്ടിക്കൽ ആക്കുന്നു. അപ്പോഴാണ് അത് എന്താകുന്നത്, ഒരു ടെക്നോളജി ആകുന്നത്. അപ്പോൾ എന്താണ് സയൻസ്, എന്താണ് ടെക്നോളജി, അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള വസ്തുതകൾ അറിഞ്ഞിരിക്കണം, വേണ്ടേ? അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സയൻസ് ആൻഡ് ടെക്നോളജി, ആൻഡ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റിലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ സൊസൈറ്റി, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രാധാന്യം എന്ത്, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ഇതിന് ആലോചിച്ച് തല പുണ്ണാക്കണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് പഠിച്ചു കഴിയാനുള്ള സാധനമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പ്രാധാന്യം? 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിയുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു ബോധം ഉണ്ടാവുകയാണ്, ഇനി നമ്മളെ ഭരിക്കാൻ ആരുമില്ല, നമുക്ക് നമ്മളെ ഉള്ളൂ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, ഇനിയും ജയ് വിളിച്ച് കൊടി പിടിച്ച് നടക്കാതെ നമ്മുടെ രാജ്യത്തെ വളർത്താൻ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം. അങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് പോളിസികൾ നിലവിൽ വന്നു. അതിൽ സ്വാതന്ത്ര്യാനന്തരം നിലവിൽ വന്ന പ്രധാനപ്പെട്ട 4 പോളിസികളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാഷണൽ പോളിസീസ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി. ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ? വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതൊരു കഥ പോലെയുള്ള സാധനം, ഏറ്റവും ക്രിസ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, സയൻസ് പോളിസികളാണ് 1 by 1 ആയിട്ട് നിങ്ങളിവിടെ കാണുന്നത്. 1958 SPR, അതുപോലെ 1983 TPS, 2003 അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന SDP, അത് കഴിഞ്ഞ് അതിൽ ഇന്നോവേഷനും കൂടി ആഡ് ചെയ്ത് STIP 2013. ഇതൊക്കെ എന്താന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും കേട്ടോ. അതുപോലെ അതിൻ്റെ തന്നെ അടുത്തൊരു വേർഷൻ 2020. അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ആഡ് ചെയ്ത് കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, പഠിച്ച് പോവുള്ളൂ. ഇതാ കാണുന്നുണ്ടോ? അപ്പോൾ സംഗതി വേറൊന്നുമല്ല. ആദ്യത്തേത് പ്യുവർ സയന്റിഫിക് പോളിസി അല്ലെങ്കിൽ സയൻസ് പോളിസി ഡോക്യുമെന്റ് ആയിരുന്നു. പിന്നെ ടെക്നോളജിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് വരുന്നു. പിന്നെ മനസ്സിലാകുന്നു ശാസ്ത്രവും സാങ്കേതിക വിദ്യയും 2 വഴിക്ക് പോയാൽ പോരാ, മറ്റ് രാജ്യങ്ങൾക്കൊപ്പം നമ്മളും നിൽക്കണം, ഗ്രോത്ത് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഇവരെ കമ്പൈൻ ചെയ്യണം. അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003 വരുന്നു. വെറുതെ കമ്പൈൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചും നടത്തിയിട്ടും കാര്യമില്ല, അവിടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് STIP, ഇന്നോവേഷൻ എന്നൊരു ടേം കൂടി ആഡ് ചെയ്യുന്നു. അതിൽ ലോകത്തെ ശാസ്ത്ര സാങ്കേതിക ശക്തികളിൽ ആദ്യത്തെ 3ലേക്ക് ഇന്ത്യയെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവരുന്ന STIP 2020, കൊണ്ടുവന്നു കഴിഞ്ഞത്. കണ്ടോ? അങ്ങനെ അപ്പൊ ചോദിക്കും, വേറെ പദ്ധതികളൊന്നുമില്ലേ? പദ്ധതികളുണ്ട്. ബട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം നിലവിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 പദ്ധതികളാണ് ഈ കാണുന്നത്. STIP 2013, അതിൻ്റെ തന്നെ അടുത്ത വേർഷനാണ് 2020. അപ്പോൾ ഇതൊക്കെ ഈ ഓരോ പോളിസിയുടെയും ലക്ഷ്യം എന്താണ്, അത് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു, അതിലൂടെ എന്തൊക്കെ നേട്ടമുണ്ടായി, അത് കാരണം രാജ്യത്തിന് എന്ത് ബെനിഫിറ്റ് ഉണ്ടായി, ഈ വക കാര്യങ്ങളാണ് നാഷണൽ പോളിസികളിലൂടെ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോളിസികൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ആ ഭാഗവും കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്കിവിടെ നോക്കാനുള്ളത് ഇതാ കണ്ടോ, ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്.
ഞാൻ നിങ്ങളോട് ഫിസിക്സും കെമിസ്ട്രിയും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഫിസിക്സ് കെമിസ്ട്രി ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാലായി. അതായത് അവര് വളരെ ബുദ്ധിപരമായിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒഴിവാക്കാതെ സയൻസ് ആൻഡ് ടെക്കിന്റെ ആ വലിയ സിലബസിന്റെ അകത്ത് ഉൾപ്പെടുത്തി. ബേസിക്സ് ഓഫ് എവറി ഡേ സയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കെമിസ്ട്രി ഫിസിക്സുമായി കണക്ട് ചെയ്ത് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ വസ്തുതകളും കാര്യങ്ങളും. പക്ഷെ ആ ഭാഗത്ത് നിന്ന് അങ്ങനെ ഇതുവരെ ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, ഒരു 2 ക്ലാസ്സിൽ ഒരുവിധം ഡെയിലി ലൈഫ് സയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ വസ്തുതകൾ പഠിച്ച് അതിനെ റിവൈസ് ചെയ്യും. അതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതൊരു കോമൺ ഏരിയ അല്ല. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കുറേ പേർക്കെങ്കിലും സംശയം ഉണ്ടാകും, ഇതിൽ എന്തായിരിക്കും പഠിക്കാൻ പോകുന്നത്. എടാ, ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും കുത്തിയിരുന്ന് പഠിക്കും അല്ല. കെമിസ്ട്രിയിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും കുത്തിയിരുന്ന് പഠിക്കും അല്ല. എവറിഡേ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫ് സയൻസിലെ ഫിസിക്സ് കെമിസ്ട്രി ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ, അതിലെ ടെക്നോളജികളും കാര്യങ്ങളും അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പാസ്കൽ നിയമത്തിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ എക്സ്പെരിമെന്റ്, അതിന്റെ പ്രോബ്ലം അങ്ങനെയല്ല. അതൊക്കെ മെയിൻസിന് മതി. ഓക്കെ, അപ്പോൾ എവറിഡേ സയൻസ്, ഡെയിലി ലൈഫ് സയൻസിലെ സയൻസ് ആൻഡ് ടെക്നോളജി കോൺസെപ്റ്റുകൾ, ആ ആസ്പെക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്ന എന്താ? കണ്ടോ, ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ അവർ ലൈഫ് സയൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എവറിഡേ സയൻസിന്റെ കൂടെ ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ. അപ്പോൾ ആ ബയോളജി വരുന്ന പോർഷൻ പൂർണ്ണമായിട്ടും നമ്മുടെ 4th മൊഡ്യൂള് എൻവയോൺമെന്റൽ സയൻസ് കൈകാര്യം ചെയ്യുന്ന ദിലീപ് സാർ ആയിരിക്കും എടുക്കുക. ദിലീപ് സാർ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് ഞാനിവിടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. സാറിന്റെ ഹെൽപ്പോട് കൂടി ആ സ്ലൈഡുകൾ നിങ്ങൾക്ക് ഇതാ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഹ്യൂമൻ ബോഡി. പഠിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയും വേണോ എന്ന് പലരും ചിന്തിക്കും. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കാം ആ ചോദ്യം വരുന്നത്. കണ്ടോ, സെല്ല്, ടിഷ്യൂസ്, ഓർഗൻസ് പഠിക്കണം. അതുപോലെ എല്ലാ സിസ്റ്റംസും പഠിക്കാനുണ്ട്. വ്യവസ്ഥകളും, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ദേ നിങ്ങൾ കാണുന്നില്ലേ. അതുപോലെ സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, സെൻസ് ഓർഗൻസ്, കോമൺ ഡിസീസസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യും, ഇതിനകത്ത് പഠിക്കും. സാറ് നിങ്ങളെ ടൈം വെച്ച് എല്ലാം മാനേജ് ചെയ്ത് പഠിപ്പിച്ചെടുക്കും കേട്ടോ. സിലബസ് കണ്ട് ആരും ഞെട്ടരുത്. ഇനി അതുപോലെ പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഇതിനകത്ത് പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യം, അതിന്റെ കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. കമ്മ്യൂണിക്കബിൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, വാക്സിനേഷൻ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ, പിന്നെ വെക്ടർ ബോൺ, വാട്ടർ ബോൺ ഡിസീസസ്, ഫാമിലി വെൽഫെയർ ആൻഡ് മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത്. പിന്നൊരു കാര്യം, ബൈലിംഗൽ ആയിരിക്കുവേ, മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ക്ലാസ്സും നോട്ടും കിട്ടും. അതുകൊണ്ട് അയ്യോ ഇതൊക്കെ എന്നെ കൊണ്ടാകുമോ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു, അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട. ഈ പോർഷനൊക്കെ, അതായത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് എക്സാംസിനും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് ഭയങ്കര എഫേർട്ട് എടുക്കുന്ന ഒരു ഏരിയ ആവില്ല. അത് അത്രയും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ന്യൂട്രിയൻസും ആ ഡയറ്റ്, വൈറ്റമിൻ മിനറൽ ഡെഫിഷ്യൻസി ഡിസീസസ്, മാൽ ന്യൂട്രീഷൻ, ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ചേർക്കുന്ന മായം, അഡൾട്ടറേഷൻ, പിന്നെ പ്രിസർവേഷൻ, ഫുഡ് സേഫ്റ്റി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് കവർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് കറണ്ട് അഫെയർ വസ്തുതകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. എക്സാമിന് ചോദിക്കാം. ഇനി ഫൈനലി ഹെൽത്ത് കെയർ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഹെൽത്ത് കെയർ, പിന്നെ ഫസ്റ്റ് എയ്ഡും എമർജൻസി കെയറും, ബ്ലഡ് ഡൊണേഷൻ, ഓർഗൻ ഡൊണേഷൻ അറിഞ്ഞിരിക്കണം അല്ലേ. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട് അല്ലേ, ECG, എക്സ്റേ, EEG, MRI, CT, അൾട്രാസൗണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ ടെലിമെഡിസിൻ, ഇതിൻ്റെയൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി കോൺസെപ്റ്റുകളായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുത്തിയിരുന്ന് ഇങ്ങനെ ഫാക്ട് പഠിക്കുക അല്ല, ജനറൽ അവയർനെസ് ആണ്. അപ്പോൾ അതിനെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഞാനിത് പറഞ്ഞാൽ മാത്രം പോരല്ലോ, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നും കൂടി അറിയണമല്ലോ. പിന്നെ അടുത്തത്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. അത് വെറും ഒരു സിമ്പിൾ ഹൈറാർക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഇതാ കാണുന്നുണ്ടോ? അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു മിനിസ്ട്രി അല്ലെങ്കിൽ മന്ത്രാലയം തന്നെയുണ്ട്. അതിന്റെ കീഴിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, പിന്നെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്, സ്പേസ് ഡിപ്പാർട്ട്മെന്റ്, ഓഷ്യൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്.
അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നു, ഇവരേത് വർഷം ഫോം ചെയ്തു, ഇവര് ലക്ഷ്യം വെക്കുന്നത് എന്താണ്, ഇതിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസും അതിന്റെ സഹകരണ സ്ഥാപനങ്ങളും ഏതൊക്കെയാണ്, ആ വസ്തുതകളൊക്കെ നമ്മൾ ഇതിൽ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആക്കും. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സ്ഥിരം വരുന്നതാണ് ISROയുടെ ആസ്ഥാനം എവിടെ, ബാർക്കിന്റെ ആസ്ഥാനം എവിടെ, വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്ററിന്റെ ആസ്ഥാനം എവിടെ, DRDO സ്ഥാപിച്ചത് ഏത് വർഷം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത്രയും പഠിക്കുമ്പോഴാണ് ആ ചോദ്യത്തിന് ഒന്നിന് ഉത്തരം കൊടുക്കാൻ പറ്റുക. കണ്ടോ? ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇന്ത്യയിലെ പ്രൊമിനന്റ് സയന്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും. ഇതിൽ ആരൊക്കെയുണ്ട്? ലൈവ് ക്ലാസ് ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് ലൈവായിട്ട് പറയിപ്പിച്ചേനെ. ഇതാരാണ്? CV രാമൻ അല്ലേ? ഫിസിക്സിന് നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ. അതുപോലെ ഋതു കരുതൽ, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ. ഇതാരാണ് ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നത്? ജഗദീഷ് ചന്ദ്ര ബോസ് അല്ലേ? നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷന്റെ പിതാവാണ്. ബട്ട് ഇന്ത്യൻ എന്നൊരു ടാഗ് കൊടുക്കണം. ടാക്യൂണുകളെ കുറിച്ച് പഠിച്ച നമ്മുടെ ECG സുദർശൻ. കുറേ കഥകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ പറയാന്. അതുപോലെ മേഘനാഥ സാഹ, പിന്നെ വിക്രം സാരാഭായ്. ഇദ്ദേഹത്തെ അറിയോ? ആരാ? APJ അബ്ദുൽ കലാം അല്ലേ? നമ്മുടെ ഹോമി ജഹാംഗീർ ബാബ. കെമിസ്ട്രി രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജൻ ആരാണ്? V രാമകൃഷ്ണൻ അല്ലെ? വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. പിന്നെ സത്യേന്ദ്രനാഥ ബോസ് ഉണ്ട്. കാണാൻ നല്ല ക്യൂട്ട് അപ്പൂപ്പനാണ്, പക്ഷേ ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവാണ്. ആറ്റം ബോംബാണ്, ചില്ലറക്കാരനല്ല. പിന്നെ ആരാണ് ഇദ്ദേഹം? വേറെ ആരുമല്ല, ശാന്തി സ്വരൂപ് ഭട്നഗർ. അറിയാവുന്നതാണല്ലേ? ഇന്ത്യൻ റിസർച്ച് ലബോറട്ടറികളുടെ പിതാവ്. ക്ലിയർ ആയിട്ട് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഒരു 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 വനിതാ രത്നമാണ്. ആരാണിത്? അഗ്നിപുത്രി അല്ലെ? ടെസി തോമസ്, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. തീർന്നില്ല, ഇനിയും വ്യക്തികളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പേരെയാണ് ഞാനിവിടെ കാണിച്ചത്. അങ്ങനെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഇന്ത്യൻ സയന്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷനുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞു നിർത്തുന്നത്. കണ്ടോ? അപ്പൊ ഫസ്റ്റ് മൊഡ്യൂള് ഡീകോഡ് ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയോ? എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, ആരൊക്കെ പഠിപ്പിക്കും? ഇതിനകത്ത് മൊഡ്യൂൾ എൻ്റെ ആണ്, പക്ഷെ അതിലെ ബയോളജിയും ഞാനും അത്ര നല്ല ടേംസിലല്ല. 10ാം ക്ലാസ്സിലെ ബന്ധം വിട്ടതുകൊണ്ട് ഹ്യൂമൻ ബോഡി വരുന്ന പോർഷൻ, ഹെൽത്ത് കെയർ വരെ നിങ്ങളുടെ ബയോ എഡ്യൂക്കേറ്റർ ആയിരിക്കും എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ മൊഡ്യൂൾ 1 വളരെ സമാധാനപരമായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, തീർത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മൊഡ്യൂൾ 2 പോകണമല്ലോ. അവിടെ കുറച്ച് ഭീകരതയുണ്ട്. കാരണം അതെന്താണ്? ഇന്ത്യൻ മിസൈൽ സയൻസും അതുപോലെ തന്നെ സ്പേസ് സയൻസും ആണ്. കണ്ടോ? ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യേണ്ടത് ISRO അതുപോലെ തന്നെ DRDO ഈ സ്ഥാപനങ്ങളും അതിന്റെ സഹകരണ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകളുമാണ്. സെക്കൻഡ് മൊഡ്യൂളിന് ഒരല്പം പ്രാധാന്യം കൂടുതൽ കൊടുത്തു പഠിക്കണം. നിങ്ങളുടെ സ്വന്തം ശ്രീരാജ് സർ ആയിരിക്കും ഈ ഭാഗം എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ? ഉറപ്പായിട്ടും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും നിങ്ങൾ പഠിക്കണം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചാലും സെക്കൻഡ് മൊഡ്യൂളിൽ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ നമുക്ക് പോകാൻ കഴിയില്ല. ഓക്കെ, പാരന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലേ? പിന്നെ അവിടെ രൂപം കൊണ്ട നമ്മുടെ ISRO. ഇവിടെ അറ്റോമിക് എനർജി എങ്ങനെ ഇവിടെ വന്നു എന്ന് പലരും ചിന്തിക്കും. ISROയുടെ രൂപീകരണത്തിലെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച വകുപ്പാണ് കേട്ടോ. അതിന്റെ പിന്നിൽ കുറെ കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കും. DRDO. ഇതില്ലാതെ നമുക്ക് എന്ത് മിസൈൽ സയൻസും എന്ത് സ്പേസ് സയൻസും. അപ്പൊ ഈ ഓർഗനൈസേഷൻസ് ഒക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പും കാര്യങ്ങളും അവിടെ വരുമ്പോൾ വർഷങ്ങൾക്ക് കുറച്ച് പ്രാധാന്യമുണ്ട്. ISRO രൂപം കൊണ്ട വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വർഷങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും GK പഠിക്കുന്ന പോലെ എല്ലാ വർഷങ്ങളും പഠിക്കണ്ട. പക്ഷെ ഈ ഭാഗം എത്തുമ്പോൾ ഇവിടെ നടന്ന പ്രധാനപ്പെട്ട ലോഞ്ച് ഓപ്പറേഷൻസ് ഏതൊക്കെയാന്ന് നോക്കണം. അതുപോലെ നിലവിൽ വന്ന മിസൈൽ ടെക്നോളജികൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ രൂപം കൊണ്ട വർഷം, അങ്ങനെയുള്ള ചില നാഴികക്കല്ല് അല്ലെങ്കിൽ മൈൽ സ്റ്റോണുകളായിട്ടുള്ള ചില വർഷങ്ങളുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ നിവൃത്തിയില്ല. ഓക്കെ, അങ്ങനെയുള്ള വർഷങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ അങ്ങനെയുള്ള എല്ലാം എന്ന് ഞാൻ പറയില്ല, ചില വർഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. പിന്നെ ഈ സിസ്റ്റർ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ISRO നമുക്ക് ബാംഗ്ലൂർ അന്തരീക്ഷ ഭവൻ ആസ്ഥാനമാക്കിയിരിക്കുന്ന ആ ഒരൊറ്റ ബിൽഡിംഗ് ISRO അല്ലെങ്കിൽ ഒരു കെട്ടിട സമുച്ചയമല്ല. ഇതിന് ഇന്ത്യയുടെ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, സഹകരണ സ്ഥാപനങ്ങൾ, സിസ്റ്റർ ഓർഗനൈസേഷൻസ് ഉണ്ട്.
ഓക്കെ, അവരെല്ലാവരുടെയും കൂടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ചന്ദ്രയാൻ ആയിക്കോട്ടെ, മംഗൾയാൻ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താ ഗഗൻയാൻ ആയിക്കോട്ടെ, അത് സക്സസ്ഫുൾ ആക്കുന്നത്. പറയുമ്പോൾ ISRO, ബട്ട് ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ISROയുടെ സഹകരണ സ്ഥാപനങ്ങൾ, DRDOയുടെ കീഴിൽ വരുന്ന ഓർഗനൈസേഷൻസ്, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കും. അതൊരു ക്ലസ്റ്ററാണ്. അതുപോലെ IGMDP ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. തദ്ദേശീയമായിട്ടുള്ള മിസൈൽ ടെക്നോളജി, എടുത്തു പറഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ APJ അബ്ദുൽ കലാം, അദ്ദേഹം കണ്ട സ്വപ്നം, അദ്ദേഹം രൂപം കൊടുത്ത പ്രോഗ്രാമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൃഥ്വി, അഗ്നി, ത്രിശൂൽ, ആകാശ്, നാഗ്. യെസ്, ഇതിലെ അഗ്നി 5, അഗ്നി 4 കേട്ടിട്ടില്ലേ? അതാണ് ടെസ്സി തോമസ്. അപ്പോൾ ആ പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വെച്ചത് എന്താണ്? അതിൽ ഡെവലപ്പ് ചെയ്ത 5 മിസൈൽ സർവീസസ് ഏതൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. അത് പഠിക്കുമ്പോൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി പഠിക്കാണ്ടിരിക്കാൻ പറ്റുമോ? സാറ്റലൈറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞാൽ ഓർബിറ്റിലേക്ക് എത്തുവോ? അല്ലെങ്കിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കൊക്കെ പോവോ? ഇല്ല. എടാ, അതിനെ ജനറേഷൻ ആയിട്ട് പേര് കൊടുത്തിട്ടുണ്ട്. SLV, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി. അതുപോലെ നിങ്ങൾ ASLV കേട്ടിട്ടുണ്ടാവും, ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി. PSLV, GSLV, RLVT, ULVT, SSLC എന്നൊന്നും പഠിച്ചു കളയരുത് കേട്ടോ. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. യെസ്, അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെയാണ് ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജീസും അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. പിന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈൽ, അത് രണ്ടാണ്. അതിന്റെ ടെക്നോളജിയും ഡിഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ പഠിക്കും. പിന്നെ പ്രധാനപ്പെട്ട മിസൈൽ പ്രോഗ്രാംസും സാറ്റലൈറ്റ് പ്രോഗ്രാമുകളും നമുക്ക് എന്ത് ചെയ്യണം? നോക്കണം. ഉറപ്പായിട്ടും ഇവിടെയും എന്തുണ്ട്? കറണ്ട് അഫയേഴ്സ് ഞാൻ എടുത്തു പറയുന്നില്ല, അതെല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യണം? കവർ ചെയ്യണം. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ കുറെ ആയല്ലേ? യെസ്, ഇതാണ് നിങ്ങളുടെ സിലബസിലെ മൊഡ്യൂൾ 2, വിച്ച് വിൽ ബി ഹാൻഡിൽഡ് ബൈ എഡ്യൂക്കേറ്റർ ശ്രീരാജ്. ഓക്കെ, നമുക്കിനി മൊഡ്യൂൾ 3ലേക്ക് പോകാം. ഇനി കുറച്ച് സമാധാനമാകാം, എന്നിട്ടൊരു ആറ്റം ബോംബ് പൊട്ടിക്കാം അല്ലേ? ഇതാ മൊഡ്യൂൾ 3. എഗെയിൻ മൊഡ്യൂൾ 3 ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഊർജ പ്രതിസന്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഒരു എക്സാമ്പിൾ ആണേ. 100 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ 100 കോടി ജനങ്ങൾക്കും വൈദ്യുതി കിട്ടുന്നുണ്ടോ? 100 കോടി ജനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കുടുംബക്കാർക്കും, ഫാമിലീസിനും LPG കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് യെസ് എന്ന് 100% പറയാൻ നിവൃത്തിയില്ല. ഇതിലേക്ക് പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് സയൻസ് ആൻഡ് ടെക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രം പറയുന്നതാണ്. അപ്പൊ കണ്ടോ, നമുക്ക് തെർമൽ പവർ പ്ലാന്റുകളുണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളുണ്ട്, അതുപോലെ ന്യൂക്ലിയർ പ്ലാന്റുകളുണ്ട്. ആകെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 3% മാത്രമേ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ നിന്ന് കിട്ടുന്നുള്ളൂ. നറോറ, UP, കക്രപ്പാറ കേട്ടിട്ടില്ലേ? ഗുജറാത്ത്, കൈഗ, കർണാടക, കൽപ്പാക്കം, കൂടംകുളം, തമിഴ്നാട്. അപ്പൊ എന്തുകൊണ്ട്? ന്യൂക്ലിയർ വേസ്റ്റേജ് ആണ്. അതിനെ എവിടെ കൊണ്ട് ഡംപ് ചെയ്യും? അതിനൊരു പരിധിയുണ്ട് ഡംപ് ചെയ്യാൻ. റേഡിയോ ആക്റ്റീവ് ആണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും എന്താ ഉണ്ടായത് അല്ലേ? യെസ്. അപ്പോ എനർജി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസും കവർ ചെയ്യും. അതുപോലെ തന്നെ ന്യൂക്ലിയർ പോളിസികളും, ഇവിടെ എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കാൻ കൊണ്ടുവന്ന പദ്ധതികളും കാര്യങ്ങളും ഏതൊക്കെ, അതുപോലെ നമ്മുടെ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ്, എനർജി സോഴ്സസ്, അതിൽ മെയിൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ കവർ ചെയ്യാനുണ്ട്? ഇതേ കണ്ടോ, കോള്, കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഗ്യാഷ്യസ് ഫ്യൂവൽസ്, ഏതാ ഹൈഡ്രോ കാർബൺസ് കേട്ടിട്ടില്ലേ? മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പിന്നെ LPG, പ്രകൃതിവാതകം, CNG, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ ഇതിനകത്ത് നമുക്ക് പഠിക്കണം, അതിന്റെ ടെക്നോളജിയും. പിന്നെ ന്യൂക്ലിയർ സയൻസിന്റെ ബേസിക്സും കാര്യങ്ങളും പഠിച്ചിട്ട് എങ്ങനെയാണോ നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ APJ അബ്ദുൽ കലാം സാറിന്റെ IGMD പ്രോഗ്രാം പഠിക്കുന്നത്, അതുപോലെ തന്നെ ഹോമി ജഹാംഗീർ ബാബ ഇൻട്രൊഡ്യൂസ് ചെയ്ത 3 സ്റ്റേജ് സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാമും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അതൊക്കെ എന്താന്നുള്ളത് അതാത് ഭാഗം എത്തുമ്പോൾ വളരെ കാര്യമായിട്ട് പഠിക്കാം. സ്ഥിരം വരുന്ന ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നതിൽ കൺവെൻഷണൽ എനർജി സോഴ്സ് ഏത്, നോൺ കൺവെൻഷണൽ ഏത്. അപ്പൊ അതിന് ഈ ടോപ്പിക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കണം. ഇവിടെ നിന്നും 1 മാർക്ക് ഷുവറാണ്. അത് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ വരും. ഇതുവരെയും അങ്ങനെയാണ് ചരിത്രം. ഇനി മാറുമോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാണ്ടിരിക്കാൻ നമുക്കിതൊക്കെ എന്ത് ചെയ്യാം? പഠിക്കാം. ദാറ്റ്സ് ഓൾ അബൌട്ട് മൊഡ്യൂൾ 3. ഞാനായിരിക്കും എടുക്കുക. ആൻഡ് അഗെയിൻ നമ്മളിതേ നമ്മുടെ ഫൈനൽ മൊഡ്യൂളിലേക്ക് പോവുകയാണ്. മൊഡ്യൂൾ 4 ഇത് കാണുമ്പോഴത്തേക്കും ഒരുപാട് ഉള്ളതുപോലെ ബാക്കി 3നേക്കാളും ഹെവി ആയിട്ട് തോന്നും. ബട്ട് അല്ല, സിമ്പിളാ. നമ്മുടെ എൻവയോൺമെന്റൽ കൺസേൺസും കാര്യങ്ങളുമാണ് നമ്മളിതേ അനുഭവിക്കുന്നത്, നമ്മൾ ഡെയിലി കാണുന്നത്, നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളും അതെങ്ങനെ പരിഹരിക്കാം. സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ നിലവിൽ വന്നിട്ടുള്ള പല പദ്ധതികളും കാര്യങ്ങളുമാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. അതില്
ഗ്ലോബൽ വാർമിങ്ങും റിലേറ്റഡ് വസ്തുതകൾക്കും കുറച്ചധികം പ്രാധാന്യം കൊടുത്ത് എന്ത് ചെയ്തേക്കണം, പഠിച്ചേക്കണം. സോ മൊഡ്യൂൾ 4 ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളുടെ ദിലീപ് സാർ ആയിരിക്കും കേട്ടോ. ഇതാ കണ്ടോ, എടാ എൻവിയോൺമെന്റൽ സയൻസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും എൻവിയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട്, ലോസ് ആൻഡ് പോളിസീസ് പഠിക്കാനുണ്ട്, ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, വെരി വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇന്റർനാഷണൽ എൻവിയോൺമെന്റൽ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാതെ ഇന്ത്യയിൽ എന്ത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എൻവിയോൺമെന്റൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക അല്ലേ. അപ്പോൾ പശ്ചിമഘട്ടം, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, പിന്നെ പൊല്യൂഷനും കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കാർബൺ എമിഷനും ഗ്ലോബൽ വാർമിങ്ങും സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ. കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് പോലെ ഈ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അടുത്ത എക്സാമിനും അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, ബട്ട് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ആ ഭാഗത്തിന് കുറച്ചധികം പ്രാധാന്യം, മുൻതൂക്കം നൽകിക്കൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. കണ്ടോ, ഇതിനൊപ്പം തന്നെ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി, ആ ഭാഗത്ത് എന്ന് വരുന്ന കറണ്ട് അഫെയർ വസ്തുതകളും അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഡെയിലി ലൈഫിലെ ജീവിതത്തിന്റെ പല പല ഡൊമൈൻസ് അല്ലെങ്കിൽ മേഖലകളിൽ, ഇപ്പം മെഡിസിൻ ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ ഡെയിലി ലൈഫിലായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഈ ബയോ, ഗ്രീൻ, നാനോ ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. സ്റ്റിൽ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എക്സാമിന് ചോദിച്ചാലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4 മൊഡ്യൂളുകളും അത് കൈകാര്യം ചെയ്യുന്ന അധ്യാപകരും ആ മൊഡ്യൂളുകളുടെ ശരിക്കും കാതലായ ഭാഗങ്ങൾ. ഇനി ഈ സിലബസ് ഒന്നും കൂടെ നിങ്ങൾ നോക്കിക്കേ, നേരത്തെ കണ്ട ആ ഒരു ഭയം മാറിയോ? ഇനി മാറിയില്ല എന്നാണ് നിങ്ങളുടെ കമന്റെങ്കിലും ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഭയം കുറഞ്ഞു? കുറഞ്ഞിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്കേ ആറ്റവും പീരിയോഡിക് ടേബിളും അതുപോലെ തന്നെ രാസബന്ധനവും പിന്നെ പ്രവൃത്തി, ശക്തി, ഊർജം, താപം, ദ്രവ്യമൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ അതിൽ നിന്നും ഏറ്റവും എളുപ്പത്തിന് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ആർക്കും വേണ്ട. സെറ്റല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാ. ഇനി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണേ. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഉറപ്പായിട്ടും ഇത് ഞാൻ പറയാൻ വിട്ടുപോയതല്ല, പലതവണ പറഞ്ഞു വന്നതാ. മൊഡ്യൂൾ 1 പഠിച്ചാലും മൊഡ്യൂൾ 2 പഠിച്ചാലും മൊഡ്യൂൾ 3 പഠിച്ചാലും അതാത് ഭാഗത്തെ കറണ്ട് അഫെയർ വസ്തുതകളും കാര്യങ്ങളും പഠിക്കാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ അതെന്തായാലും എന്ത് ചെയ്തിട്ടേ കാര്യമുള്ളൂ, പഠിക്കുക. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ടോ, കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടോ, ബൈലിംഗ്വലാന്ന് പറഞ്ഞില്ലേ, ഒരു സൈഡിൽ മലയാളത്തിൽ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന പോലെ അതേ സാധനം അപ്പുറത്ത് ഇംഗ്ലീഷിലുണ്ടാകും. പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, 2 ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒന്നിൽ കൺഫ്യൂഷനോ മിസ്റ്റേക്കോ വന്നാൽ ഇംഗ്ലീഷ് ആയിരിക്കും ഫൈനലായിട്ട് എടുക്കുക. അതുകൊണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും പഠിക്കാം, മംഗ്ലീഷ് പഠിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാലും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഫൈനൽ ആക്കുമെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. ക്ലിയർ അല്ലേ? കണ്ടോ, സയന്റിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതിന്റെ കണക്റ്റഡ് ഫാക്റ്റും പറയാനല്ല, ബട്ട് ഈ മോഡലിലാണ്. മൊഡ്യൂൾ 1 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതാ കണ്ടോ, ഇങ്ങനെയാണ്. ഇത് PYQ. നിങ്ങൾക്ക് ഞാൻ അവിടെ കാറ്റഗറി നമ്പറും വെച്ചിട്ടുണ്ട്. അതാ കണ്ടോ. അതുപോലെ നമ്മൾ മെയിൻ പോളിസികൾ പഠിക്കുന്ന കൂട്ടത്തിലെ മറ്റ് അംബ്രല്ല പോളിസികളും കാര്യങ്ങളും പഠിക്കാനുണ്ട്. അതും അതിന്റെ കൂടെ എന്ത് ചെയ്യും, കവർ ചെയ്യും. ഇതാ കണ്ടോ, ഒരു പോളിസി ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ മൊഡ്യൂൾ 1 കണ്ടോ. അപ്പൊ എപ്പോഴും മൊഡ്യൂൾ 1 ഒരു ചോദ്യമേ 2 ചോദ്യമേ വരുമല്ല. ഈ 5 മാർക്ക് എന്നുള്ളത് അതിനിടയിൽ എന്ത് ചെയ്യാം, വേരി ചെയ്യാം കേട്ടോ. അതുപോലെ മൊഡ്യൂൾ 3 എന്നുള്ള ചോദ്യമാണ് എനർജി, ഊർജം, ഊർജ സ്രോതസ്സുകൾ. കണ്ടോ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സ്ഥിരമാണ്, 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ഇനി അതിന്റെ ഭാഗം തന്നെയാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ, ഇന്ത്യയിലെ ആണവ നിലയങ്ങളിൽ നിന്നും എത്ര ശതമാനം വൈദ്യുതി? 3%. കണ്ടോ. അതുപോലെ 5ാമത്തെ ചോദ്യം, ഒരിക്കലും നമ്മൾ ഡിഗ്രി പ്രിലിംസിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഇത്ര പ്രാധാന്യം കൊടുത്ത് പഠിക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ് പീരിയോഡിക് ടേബിളിൽ അവസാനമായിട്ട് ചേർത്ത 4 മൂലകങ്ങൾ. അറ്റോമിക് നമ്പർ 113, 15, 117, 118. കേട്ടിട്ടില്ലേ? ആ 4 മൂലകങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് നോർമൽ ഒരു കെമിസ്ട്രി ക്വസ്റ്റ്യൻ. ഇതും കേരള PSC ചെയ്യും. അതാ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇല്ലേ എന്ന് ചോദിച്ചാൽ ബയോളജി ഉണ്ട്, ഫിസിക്സും കെമിസ്ട്രി ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതാണ് അവസ്ഥ. കണ്ടോ. അപ്പോൾ നമുക്ക് സിലബസ് തീരെ സിമ്പിൾ അല്ല, ശരി പഠിക്കാനുണ്ട്, ബട്ട് ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ എന്താ കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം കവർ ചെയ്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ,
എക്സാമിന് അയക്കുള്ളൂ. ഡിഗ്രി പ്രിലിംസിനെ കുറിച്ച് ഓർത്ത് ആർക്കും ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ഇതൊക്കെ UPSC ലെവലിൽ പഠിക്കണോ, KS ലെവലിൽ പഠിക്കണോ? നമ്മൾ KS UPSC എക്സാം അല്ലല്ലോ എഴുതുക, ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ളതല്ലേ. അതിന് വേണ്ട സാധനം നിങ്ങൾക്ക് ക്ലാസ്സിൽ തരും. ഏത് ഓത്തറിൻ്റെ ഏത് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യണം അതും നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇത്രയാണ് സയൻസ് ആൻഡ് ടെക്. 5 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വാങ്ങണം. അതിനെല്ലാവിധ സപ്പോർട്ടും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ അല്ലേ? ഇനി ഓരോ എഡ്യൂക്കേറ്ററിനും അവരുടേതായിട്ടുള്ള ടെലിഗ്രാം ചാനലുണ്ട്. എൻ്റെ ടെലിഗ്രാം ചാനലാണ് ക്ലാസ് സംബന്ധമായിട്ടുള്ള ഡൗട്ടുകളും കാര്യങ്ങളും അതുപോലെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ജോയിൻ ചെയ്യാം. ഫ്യൂഷൻ ആൻഡ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ മറ്റ് എഡ്യൂക്കേറ്റേഴ്സ് ഉടനെ ജോയിൻ ചെയ്യും നിങ്ങളോടൊപ്പം അവരുടെ സബ്ജക്ട് ഡീകോഡിങ് സെഷനുമായിട്ട്. അപ്പം നമുക്ക് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയല്ല. അത് പഠിച്ച് നമുക്ക് മെയിൻസ് സെറ്റാക്കണം. അവിടെയാണ് ശരിക്കും നമുക്ക് ചാലഞ്ച് സയൻസുകാർക്ക്, സയൻസ് എഡ്യൂക്കേറ്റേഴ്സിന്. കാരണം ആ കുറഞ്ഞ സമയത്ത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഓരോന്നും 7 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. അപ്പോൾ പ്രിലിംസ് എത്രയും പെട്ടെന്ന് പാസ്സായി നിങ്ങൾ വരണം. ഇപ്പോൾ നല്ലൊരു അവസരമാണ്, അതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക, നന്നായി പഠിക്കുക. ക്ലാസ്സിൽ കാണാം. താങ്ക് യു മൈ ഡിയേഴ്സ്. ബൈ.